ഈ ചിന്നൻ കുരുവിയെ പോലുള്ള ചുരുക്കം ചിലർ മാത്രമേ ഇവിടെ അലമ്പായിട്ടുള്ളവരുള്ളൂ. അവരെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുക എന്നുള്ളതാണ് എന്റെ പ്രധാന ഉദ്ദേശ്യം. അത് പിന്നെ എന്നെപ്പറ്റി ചേട്ടൻ എന്തോ തെറ്റിദ്ധാരണയുണ്ടെന്നാ തോന്നുന്നത്. ഞാൻ വളരെ ഡീസന്റ് ആണ്. ഉറങ്ങുമ്പോഴായിരിക്കും. മാനിന്റെ ശബ്ദമല്ലേ അത്? ഞാനിവിടെ ഉണ്ട്, ഇങ്ങോട്ട് വാ. എന്തൊക്കെയാ ആനച്ചേട്ടാ, നിങ്ങളാണല്ലോ ഇപ്പോ കാട്ടിലെ സംസാര വിഷയം. എന്നാ നിങ്ങൾ പോയിക്കോ, എനിക്ക് മാനിനോട് കുറച്ച് സ്വകാര്യം പറയാനുണ്ട്. പോയിക്കോ. ഡേയ് പൂമ്പാറ്റേ, നീ വേഗം വിട്ടോ, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നിന്നോടും കൂടിയാ പറഞ്ഞത്, വിട്ടുപോയിക്കോണേ ഇവിടുന്ന്. അത് പാവം ചമ്മിപ്പോയി. എന്നാലും ഇതത്ര ശരിയാണോ? ഒട്ടകത്തിന്റെ കഥ പോലെ ആയല്ലോ. നമ്മുടെ കാട്ടിലെ രാജാവാകേണ്ടത് ഇവിടെ ജനിച്ചു വളർന്ന ആരേലും അല്ലേ? നീ പറഞ്ഞതൊക്കെ ശരിയാണ്, പക്ഷേ അയാളെ ഇടിച്ചു തോൽപ്പിക്കാൻ കെൽപ്പുള്ള ആരാണിവിടെയുള്ളത്? പറയൂ. ഒറ്റയ്ക്ക് പറ്റില്ലായിരിക്കും, പക്ഷേ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാ പോരെ. ഒരു കാരണവശാലും അത് അനുവദിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഈ കാടിന്റെ പരാജയമാണത്. അവനെ തുരത്താൻ ഒരു കിടിലൻ വഴി എന്റെ മനസ്സിൽ തെളിയുന്നുണ്ട്. അത് പക്ഷേ എന്തോന്ന് പക്ഷേ? അത് നമ്മൾ കൂട്ടിയാൽ കൂടില്ല. അവനെ എതിർക്കാൻ വേറൊരു വരുത്തനെ ഇവിടെ വരുത്തണം. അതിനു പറ്റിയ ഒരാളെ എനിക്കറിയാം. ആരാത്? കില്ലാടി മർക്കുലസ്. അവൻ ആളൊരു റൗഡിയാ. ഈ ചിരമ്പനെ അവൻ ഓടിക്കും. എന്നിട്ട് ആ കില്ലാടിക്ക് ഇവിടുത്തെ രാജാവാകണം എന്ന് പറയുമോ? അത് പിന്നെ നിനക്കെങ്ങനെയാ അയാളെ പരിചയം? ഞാൻ നിന്നെ പോലെ ഈ ഇട്ടാവട്ടത്തുനിന്ന് കളിക്കുന്ന ആളല്ല. വേറെയും കാടുകൾ സന്ദർശിക്കാറുണ്ട്. പല കില്ലാടി റൗഡികളുമായി പരിചയമുള്ളവനാണ് ഈ ഇടിവെട്ട് ചിന്നൻ. എന്നാലും ഭയങ്കരം തന്നെ. നിനക്ക് ഇത്രയും ബന്ധങ്ങളുണ്ടെന്ന് ഞാൻ ഇന്നാണ് അറിയുന്നത്. ബൈ ദ ബൈ, കില്ലാടി മർക്കുലസിനെ നിനക്കെങ്ങനെയാണ് പരിചയം? അത് പിന്നെ എനിക്ക് നേരിട്ടുള്ള പരിചയമല്ല. എന്റെ ഫ്രണ്ട് ശാലുക്കുരുവിയുടെ വകയിൽ ഒരു മച്ചുനനുണ്ട് റൗഡി മർക്കുലസിന്റെ കാട്ടിൽ. ആ മച്ചുനന്റെ വകയിലുള്ള അമ്മാവന്റെ കൂടിനടുത്താ ഈ മർക്കുലസിന്റെ താമസം. വെറുതെ നിന്നെ ബഹുമാനിച്ചു. എങ്കിൽ നീ വേഗം പോയി മച്ചുനെയും അമ്മാവനെയും ഒക്കെ കാണ്. കാര്യങ്ങളിൽ ചെടപടേ എന്ന് നടക്കട്ടെ. ആകെ നാറിയല്ലോ. എന്നാ നീ പോയി കുളിച്ചിട്ട് വാ. നീ വന്നപ്പോഴേ എനിക്കൊരവിഞ്ഞ മണമടിച്ചിരുന്നു. അതല്ല, നമ്മളിവിടെയുള്ളപ്പോൾ കണ്ട വരുത്തന്മാരി കാട്ടിൽ വന്ന് വിളയാടുന്നു. ഇതിൽ പരം നാണക്കേടെന്താ ഉള്ളത്? എനിക്ക് പുറമെ തലയുയർത്തി നടക്കാൻ കഴിയുന്നില്ല.